ഇമ്രാൻ, നീ ഇപ്പോൾ പോയിക്കളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം. ഉമ്മ, എടാ നീ ഇങ്ങ് തിരിച്ചു വന്നോ? നന്നായി. എന്റെ മോൻ ഇളാപ്പാന്റെ കൂടെ പോയി കച്ചവടവും പഠിച്ച് കട തുറക്കാൻ വേണ്ടി വന്നതാണല്ലേ? അയ്യോ ഉമ്മ, അത് ഇളയാപ്പ അല്ലായിരുന്നു. ഇളാപ്പാല്ലാതെ പിന്നെ ആരാടാ? എടാ നീ എനിക്കും നിനക്കും ഉതകത്തില്ല. എങ്ങോട്ടെങ്കിലും എക്കേടും കെട്ടുപോ. അല്ലാണ് ഉമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. അത് ഇളയാപ്പ ഇല്ലായിരുന്നു, മന്ത്രവാദി വേഷം മാറി വന്നാണ്. മന്ത്രവാദിയോ? അതെ, അയാൾ ഇന്ന് കൊല്ലാൻ കൊണ്ടുപോയതാണ്. ആ മന്ത്രവാദി എന്നോട് വലിയ ഗുഹയ്ക്കകത്ത് പിടിച്ച് തള്ളി. അവിടെ ജിന്നും ചെറുത്താനും പിശാശും പ്രേതവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ മോനെ നിന്നെ പടച്ചോൻ രക്ഷിച്ചു. ഈ വിളക്കെടുക്കാനാണ് അയാൾ ഈ സൂത്രമൊക്കെ കാണിച്ച് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇത് ഏതോ അത്ഭുത ശക്തിയുള്ള വിളക്കാണെന്നാ തോന്നുന്നത്. ഈ വിളക്ക് അയാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ദേഷ്യം വന്നു. എന്നെ ആ ഗുഹയ്ക്കകത്ത് പിടിച്ച് അടച്ചു. പിന്നെ ഒരു ഭൂതമാണ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്റെ മോനെ, നമുക്ക് ഈ ഭൂതവും പ്രേതവും ഒന്നും വേണ്ട. മോൻ ഈ വിളക്ക് എവിടെങ്കിലും കൊണ്ടുവന്ന് കള. എന്റെ മോന് വിശക്കുന്നുണ്ടാവും. ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? ഭൂതമാണ് ഞാൻ. ഏഴാം കടലിനടിയിലാണ് എന്റെ താമസം. എന്തിനൂടെ വന്നു? ആലംബന. ഈ വിളക്കാരുടെ കയ്യിലാണോ അവന്റെ അടിമയാണ് ഞാൻ. എന്ത് കാര്യവും സാധിച്ചു കൊടുക്കും. ഈ മോതിരത്തിൽ ഒരു ഭൂതം ഉണ്ടല്ലോ. അവൻ ഇമ്രാത്ത്, ചെറിയ കുട്ടി. അവനെപ്പോലെ ആയിരക്കണക്കിന് ഭൂതങ്ങളുടെ രാജാവാണ് ഞാൻ. ഈ വിളക്ക് തേച്ചാൽ ഞാൻ പ്രത്യക്ഷപ്പെടും. പോകാൻ പറഞ്ഞാൽ പോകും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും. എന്താണ് വേണ്ടത്? എനിക്ക് റൊട്ടിയും കോഴിയും വേണം. ഞാൻ ഈ കോഴിയല്ല ചോദിച്ചത്. എനിക്ക് പൊറിച്ച കോഴി വേണം. കൊള്ളാം, നന്നാക്കി. ഇനി അമീർ പോയിക്കോളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം. അയ്യോ, ഇതെന്താ മോനെ? ഇത് എവിടുന്ന് കിട്ടി? റൊട്ടിയും പൊരിച്ച കോഴിയുമാണ്. എന്റെ കൂട്ടുകാരൻ കൊണ്ടു തന്നു. കൂട്ടുകാരനോ? ഏത് കൂട്ടുകാരൻ? എനിക്ക് അങ്ങനെയൊക്കെ വലിയ വലിയ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഉമ്മത്തിനോ? ഇമ്രാൻ, എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ആ വിളക്കിലേക്ക് സ്വന്തമാക്കണം. അതിന് നീ എന്നെ സഹായിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ബഷീർ, അടുത്ത സൂര്യോദയം മുതൽ ഞാൻ വീണ്ടും ധ്യാനം ആരംഭിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും നീ ഉടനെ ചെയ്യുക. മഹാനും ഉദാരനും പ്രജാവത്സലനുമായ ബാഗ്ദാദ് രാജാവ് അരുൺ ഇബ്ന അബ്ദുൾ റസാഖിനെ ഷാം രാജാവ് ജലാലുദ്ദീൻ ഔർ റഷീദ് വിനയപൂർവ്വം തെരിയപ്പെടുത്തുന്ന ദൗത്യം എന്തെന്നാൽ, എന്റെ ശ്രീമന്തപുത്രി സുഹർബാൻ രാജകുമാരിയും അവരുടെ ഭർത്താവ് ഫസൽ ജമാൽ രാജകുമാരനും പരിവാര സമേതം അജ്മീറിലേക്ക് എഴുന്നള്ളുകയാണ്. വഴിമധ്യേ അങ്ങയുടെ ആജ്ഞ കാത്തുകിടക്കുന്ന പവിത്ര ഭൂമിയായ ബാഗ്ദാദിൽ വിശ്രമിക്കുന്നതിന് അവരാഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും
ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി നാം ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തൻ ജലാലുദ്ദീൻ അൽ റഷീദ്. മീർഖാസിം, അവരെ രാജോചിതമായ രീതിയിൽ സ്വീകരിച്ച് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കൽപ്പന പോലെ ഷഹൻഷാ. നമ്മൾ എപ്പോഴാണ് അജ്മീരിലേക്ക് പുറപ്പെടുക? നാളെ രാവിലെ രാജാവിനെ കാണണം. ഒരു ഔപചാരിക സന്ദർശനം. അടുത്ത ദിവസം നമുക്ക് അജ്മീരിലേക്ക് പുറപ്പെടാം. വരൂ. കൊട്ടാര നർത്തകികൾ നമുക്ക് വേണ്ടി ഇവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. രാജാവ് അയച്ചതാണ്. നിന്റെ പേരെന്താണ്? അലാവുദ്ദീൻ ഷാൻഷാ. നാളത്തെ സഭയിൽ നീ ഹാജരുണ്ടാവും. ആരവിടെ? അലാവുദ്ദീനെ അകമ്പടിയോടുകൂടി വീട്ടിലെത്തി. ഷാൻഷാ. കുമാരി രോഷ്നിയെ നാം കാണണമെന്ന് പറയും. ബാപ്പ, വരൂ മകളെ. നോക്കൂ, ശ്യാം ദേശത്തിലെ രാജകുമാരി സുഹർബാന്റെ ഭർത്താവ് ഫസുൽ ജമാൽ രാജകുമാരൻ. അങ്ങോട്ട് ചെല്ലും. സുഹർബാൻ നിന്നെയും കാത്തു നിൽപ്പുണ്ട്. അവരെ സ്വീകരിച്ച് വിശ്രമത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കും. നിങ്ങൾ ഈ രാജ്യത്തെ സേനാനായകനാണ്. ഈ രാജ്യത്ത് നടക്കുന്ന കൊള്ളയെയും അക്രമങ്ങളെയും കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഷഹൻഷാ, ഞാൻ അന്വേഷിക്കാം. അന്വേഷിക്കാമെന്ന് പറയുന്ന സേനാനായകനെയല്ല, കൊള്ളക്കാരുടെയും കൊലപാതകളുടെയും ശിരസ് വെട്ടി നാൽക്കവലകൾ പ്രദർശിപ്പിക്കാൻ സാമർഥ്യമുള്ള സേനാനായകനെയാണ് ഈ രാജ്യത്തിന് ഇന്ന് ആവശ്യം. മുഹമ്മദ് ഹുസൈൻ, അങ്ങനെ ചോരത്തുറപ്പുള്ള ഒരു യുവാവ് ബാഗ്ദാദിൽ ഇനിയും ജനിച്ചിട്ടില്ലെന്നുണ്ടോ? ഉണ്ട്, ഞാനുണ്ട്. അതെ ഷഹൻഷാ. ഷാഹിൻഷാ, പല യുദ്ധരംഗങ്ങളിലും ഈ സിംഹാസനത്തിന് വേണ്ടി ധീരമായി പൊരുതിയവനാണ് എന്റെ മകൻ കമറുദ്ദീൻ. ഷഹൻഷാ, ഇന്നു മുതൽ ബാഗ്ദാദിലെ സേനാനായകന്റെ വാൾ നിങ്ങൾ ഉപേക്ഷിക്കുക. പകരം ബാഗ്ദാദിലെ ഖജനാവിന്റെ താക്കോൽ നാം നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഷഹൻഷാ, കൽപ്പന പോലെ. ഖമറുദ്ദീൻ, നമ്മുടെ പ്രധാനമന്ത്രി മുഹമ്മദ് ഹുസൈന്റെ പുത്രൻ ഖമറുദ്ദീനെ നാം ഇന്നു മുതൽ ബാഗ്ദാദിലെ സേനാനായകനായി നിയമിച്ചിരിക്കും. ഈ മണ്ണിൽ വരുന്ന അക്രമത്തിനും അനീതിക്കുമെതിരായി ഈ വാൾ ചലിക്കട്ടെ. കൽപ്പന പോലെ. നമ്മുടെ അതിഥികളായി വന്ന ശ്യാംദേശ രാജകുമാരിയെയും അവരുടെ ഭർത്താവിനെയും കൊള്ളക്കാരിൽ നിന്നും രക്ഷിച്ച് നമ്മുടെ നാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച അലാവുദ്ദീന് ഒരു പാരിതോഷികം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അലാവുദ്ദീൻ, അലാവുദ്ദീൻ, നിന്റെ ധീരത ഈ നാട്ടിൽ എല്ലാവർക്കും വഴികാട്ടിയായിരിക്കട്ടെ. നാം നിനക്കിത് സമ്മാനമായി നൽകും.